എല്ലാം കണ്ടു. We are arrived at guys മുട്ടം guys കായംകുളം. നമ്മൾ റോണോടെ എന്താ കട്ടൗട്ട് കാണാൻ വന്നതാണ് guys വിത്ത് ജോർജ് മാർട്ടിൻ, പിന്നെ കൊച്ചുണ്ണി, ജോസാബി guys, ജയ്സാബി ഉണ്ട്. അവരെ വെക്കുന്നുള്ളു. എന്താണ് ജോർജ് മാർട്ടിൻ പറയാനുള്ളത്? നമ്മുടെ പയ്യനെ കാണാൻ നമ്മൾ വന്നിരിക്കണം. അത് അങ്ങോട്ട് നോക്കൂ. നമ്മളപ്പോ നമ്മുടെ റൊണാൾഡോ ഉണ്ടല്ലോ, CR7 ആലപ്പുഴയിലെ ഏറ്റവും വലിയ കട്ടൗട്ട് കാണാനായിട്ട് ഞങ്ങൾ ആലപ്പുഴ കായംകുളത്ത് വന്നിരിക്കുകയാണ്. കായംകുളമല്ല, മാവേലിക്കര മുട്ടത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ നമ്മുടെ ചെക്കൻ്റെ കട്ടൗട്ട് ഉണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. നോക്കിയത് ഒരു കട്ടൗട്ട് വെച്ചിട്ട് ഇവിടെ നമ്മുടെ CR7 നമ്മുടെ ക്രിസ്ത്യാനോടെ ആ ഒരു പവർ നിങ്ങൾ കാണാനുണ്ട്. മെസ്സിയുടെ പറഞ്ഞ കട്ടൗട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉള്ളത്? ജോർജ് മാർട്ടിൻ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ജോർജ് ഉണ്ട്, ജോർജ് മാർട്ടിൻ ഉണ്ട്, ജയ്സാബി ഉണ്ട്, അവിടെ കൊച്ചുണ്ട്, നമ്മളെല്ലാരും ഉണ്ട്. കാരണം ഗൈസ് നമ്മളെന്തായാലേ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അല്ലേ ഗൈസേ? ഇതെന്തുവാടെ ഇത്? ഒരു കട്ടൗട്ട് വെച്ച് നമ്മൾ ഇത്രയും തിരക്കാം. എങ്ങോട്ട് പോയിക്കാ? ആ കണ്ട് എല്ലാം കണ്ട്. മെസ്സിയാണോ റൊണാൾഡോ ആണോ? ആറ്? ഓ, എനിക്ക് മേലെ പോളിച്ച്. അവിടെ ചെക്കൻ്റെ ഫാനാണ് അപ്പൊ എല്ലാരും പിള്ളേര്. അങ്ങനെ ഒരു സൂ വെച്ച എങ്ങനെ അങ്ങനെയല്ല, ചാടി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, ജെയ്സും ടീമൊക്കെ അങ്ങോട്ട് പോയി. ഇതെന്തുകൂടെ ഇത് ഭയങ്കര തിരക്കാട്ടോ. കാരണം എല്ലായിടത്തും നടക്കുന്ന ഫുട്ബോൾ കളിക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്വീകാര്യത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് ഗൈസ്. വേറെ ഏതോ രാജ്യത്ത് നടക്കുന്ന ഫുട്ബോളിന് നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും സ്വീകാര്യത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ്. നോക്കി ആൾക്കാരൊക്കെ നോക്കി, അതും 2 കട്ടൗട്ടിൻ്റെ പുറത്താണ് നമ്മളിവിടെ ഇത്രയും ആൾക്കാർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അതുകൂടെ സൂട്ടെ കട്ട റൊണാൾഡോ ഫാനാണ്. ഈ വർഷമാണ് കേട്ടോ, ഈ വർഷമാണ് കട്ട റൊണാൾഡോ ഫാൻ. ഓടെ എങ്ങനെയുണ്ട് റൊണാൾഡോനെ പറ്റി? എന്താ നിന്റെ അഭിപ്രായം? ഒന്നും പറയാനില്ല, പൊളിയാണല്ലോ. നീ പറഞ്ഞിട്ടാണ് ഞങ്ങളറിയാം. എടാ അവിടെ ആരും ഇല്ലല്ലോ. എടാ എല്ലാവരും മൊത്തത്തിൽ നമ്മുടെ റൊണാൾഡോടെ അവിടെ ആരും ഇല്ലല്ലോ. അവിടെ ആരും ഇല്ലെന്ന് പറയുമ്പോ നേരത്തെ വെച്ച കട്ടൗട്ടാണ്. അപ്പൊ പിന്നെ അത് എല്ലാരും കണ്ടു കാണും. അതുകൊണ്ട് അതിനെന്താ നേരത്തെ കട്ടൗട്ട്, അത് ആൾക്കാർ കുറവായിരിക്കും. അത് നമ്മളെ റൊണാൾഡോ ഫാനാണ്. അതെ, ഇവന്മാരെന്തിയാടാ? ഇത് നമ്മുടെ ജോർജ് മാർട്ടിൻ ടീമൊക്കെ വരുന്നേ ഉള്ളു കേട്ടോ. പിള്ളേരവിടെ നിന്ന് എത്തുന്നേ ഉള്ളു. ഇവന്മാരെ എനിക്ക് എടാ ഇവന്മാരെ ഇങ്ങോട്ട് വന്ന്. ജോർജ് മാർട്ടിൻ ഇവന്മാർ മെസ്സി ഫാൻസാണോ? നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ റൊണാൾഡോടെ അവിടെ ആളില്ലല്ലോടാ. റൊണാൾഡോടെ അവിടെ ആളില്ല ഗൈസ്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ
മെസ്സിയുടെ അവിടെയാണ് കുറച്ച് ആളുടെ കുറച്ച് തിരക്ക്. ഇല്ല ഗൈസ്, നമ്മള് കട്ടൗട്ട് വെക്കുന്നത് അവിടെ തിരക്കില്ലെങ്കിൽ നമ്മളവിടെ സൂ അടിക്കും. അതെ, നമ്മൾ സൂ അടിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അതെ, നമ്മുടെ റൊണാൾഡോ നമ്മുടെ മെയിൻ അല്ലേ ഇത്. ജേഴ്സി കാണിച്ചു കൊടുക്കും. ജേഴ്സി കാണിക്കുക, ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങോട്ട് ഇവരടിച്ചില്ല, ഇവരടിച്ചില്ല. നമ്മുടെ ചെക്കന്റെ കട്ടൗട്ട് നോക്കൂ. നമ്മുടെ ചെക്കന്റെ കട്ടൗട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇവിടെ എനിക്ക് തോന്നേ ഇവിടെ കുറച്ചുകൂടി മെസ്സി ഫാൻസ് ആണെന്ന് തോന്നുന്നു, കുറച്ചുകൂടി കൂടുതൽ. മേഴ്സി കപ്പ് അടിക്കുക, മേഴ്സി കപ്പും കൊണ്ടേ പോകും. മേഴ്സി ജയരാജ പറഞ്ഞ മേഴ്സി കപ്പ് അടിക്കുക. അതാണ് മേഴ്സി ആരാധിക്കുന്നത്. എന്തായാലും ഞങ്ങൾ എന്തായാലും നമ്മുടെ റൊണാൾഡോയുടെ ഫ്രണ്ടിൽ ചെന്ന് ഞങ്ങൾ അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. ഞങ്ങൾ റൊണാൾഡോ ഫാനാണ്. പക്ഷെ വേറെ ആരുണ്ടോ ഈ വർഷം എന്തായാലും എല്ലാരും റൊണാൾഡോ കപ്പടിക്കണം എന്നല്ലേ എല്ലാരും വിചാരിക്കുന്നത്, മെസ്സി ഫാൻസ് ഉൾപ്പെടെ. അതെ, ജെയ്സി ഒരാഴ്ച കൊണ്ട് മറ്റേ റൊണാൾഡോ ഫാനായിരുന്നു. അതെ, വീക്കെൻഡ് ഫാനാണ്. വീക്കെൻഡ് ഫാനാണെന്ന് പറയുന്നത് ശരിയാണ്. അതെ, എന്താണ് പറയാനുള്ളത് നമ്മുടെ റൊണാൾഡോനെ പറ്റി? റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞ വാക്കുകളില്ല. എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? റൊണാൾഡോയെ കുറിച്ച് രണ്ട് വാക്ക്. റൊണാൾഡോ രണ്ട് വാക്കിൽ തീരത്തില്ല. ചെറുക്കൻ ജേഴ്സി ഇട്ടില്ല. അതാണ് നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഇടാം. ജേഴ്സിയിലൊന്നും അല്ല നമുക്ക് അല്ലേ. ചെറുക്കനെന്നും പൊളിയല്ലേ, ചെറുക്കനാണ് ഫുട്ബോൾ, വേറെ മെസ്സി ഒന്നും അല്ല. കണ്ടില്ല, നോക്ക് സിക്സ് പാക്ക് കണ്ടില്ലേ എന്റെ അളിയ? സിക്സ് പാക്ക് നോക്കിക്കേ, കണ്ടില്ലേ? സിക്സ് പാക്ക് കണ്ടാ മതിയല്ലേ? സിക്സ് അല്ല, 8 പാക്ക് ആണ്. 8 പാക്ക്. നമ്മളൊക്കെ പോർച്ചുഗൽ ജനിക്കേണ്ട ആൾക്കാരാണ്. അണ്ണന്റെ നാട്ടിൽ ജനിക്കാതെ അതെ, ചെറുക്കൻ്റെ ആ 8 പാക്ക് കണ്ടാ 6 അല്ല 8 ആണ്. ഗൈസ്, നമ്മളെ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കുറച്ച് ലോങ് ആയി പോയി. ജെയ്സിനെ കൊണ്ട് ഒരു സൂവും കൂടി അടിപ്പിക്കുക. ജെയ്സാ ഡാ, ഒരു സൂവും കൂടി അടിച്ചേ. സൂ ഗൈസ്, ജെയ്സിൻ്റെ ജേഴ്സിയും വെച്ച് റൊണാൾഡോയുടെ എന്തോ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന ജെയ്സ് സീന കണ്ണത് ഇത് സ്പെക്സ് എന്ത് സ്പെക്സ് വെക്കേസ് റൊണാൾഡോ സ്പെക്സ് വെച്ചിരിക്കുന്നില്ലേ? ജെയ്സ് സ്പെക്സ് വെച്ചിരിക്കുന്നത്, റൊണാൾഡോ സ്പെക്സ് വെച്ചിരിക്കുന്നു. ഇവിടെ CR23, അവിടെ CR7. അതെ, ഇവിടെ CR23. അണ്ണന്റെ ഫ്രണ്ടിൽ ചേട്ടാ നമുക്ക് സൂ വയ്ക്കാം. പക്ഷെ ഇവിടെ മെസ്സി ഫാൻസ് ആണ് കൂടുതലും, റൊണാൾഡോയ്ക്ക് ഫാനില്ല. അതെ അതെ ഗൈസ്, നമ്മുടെ ചെക്കൻ്റെ കട്ടൗട്ട് നോക്കും അല്ലേ? ആടെ ആലപ്പുഴയിലെ ഏറ്റവും വലിയ കട്ടൗട്ടാന്ന് പറയുന്നല്ലേ? റോണ കട്ടൗട്ടാണ് ഗൈസ് ഈ കാണുന്നത് അല്ലേ? അതെ, നോക്കി കാണിച്ചോളൂ. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കട്ടൗട്ട്. അടുത്തോട്ട് പോകാം, അടുത്ത് വന്നിട്ട് സൂ അടിക്കാം പാ. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ. അതെ, മറ്റേ മെസ്സിയുടെ അവിടെ നല്ല തിരക്ക്. അതിൻ്റെ തിരക്കാ അല്ലേ ഗൈസ്? എന്തായാലും നമ്മള് ഫൈനലി നമ്മുടെ ചെക്കൻ്റെ കട്ടൗട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ജെയ്സ് ഉണ്ട്, നമ്മുടെ ജോർജ് മാർട്ടിനുണ്ട്. നമ്മുടെ ചെക്കൻ പുറയില്ലാണ്ട് ഫോണിലാണ്, കോളിലാണ് അല്ലേ ഇതാ? നമ്മുടെ വേൾഡ് കപ്പാണ് നടക്കുന്നെങ്കിൽ നമ്മളാണ് ഇതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് തോന്നല്ലേ അല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത്?
ജോർജ് മാർട്ടിൻ പറഞ്ഞ പോലെയാണ്. ഗൈസ് നമ്മുടെ ചെക്കൻ്റെ കട്ടൗട്ട് നോക്കൂ. ചെല് സൂ അടിക്ക്. നമ്മളിപ്പോ ഫൈനലി അറിവില്ല നോക്കിയതേ ജോസാപ്പി ഉണ്ട്, ജോർജ് മാർട്ടിൻ്റെ. ഇതാരാന്ന് നോക്കിയതേ സൂ അടി. ജോസാപ്പിയുടെ സൂ ആണ് ഇപ്പൊ നമുക്ക്. എല്ലാരും അടി നീ അടിക്കുന്നിട്ട്. ആരാന്ന് നോക്കുന്നത് മുതല്. ആലപ്പുഴയിലെ ഏറ്റവും വലിയ കട്ടൗട്ടാന്ന് പറയുന്നത്. കാണിച്ചു കൊടുത്ത ഞാൻ അടിക്കാം സൂ. ജയ്സാപ്പി സൂ അടിക്കാൻ പോകുന്നു. അതെ നിക്ക് മെമ്മറി കയറുന്നു. നിക്ക് ഒന്നും കൂടി അടിച്ചോ. സൂ മതി സൂ മതി. ഇവ റൊണാൾഡോയ്ക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. ഗൈസ് അങ്ങനെ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും വലിയ കട്ടൗട്ടെന്നാണ് അല്ലേ അതിൽ പറയുന്നത്. നമ്മുടെ റൊണാൾഡോ എൻ്റെ അളിയെ 6 പാക്ക് 8 പാക്കൊക്കെ നോക്കിയേ. അതെ എന്ത് എഴുതിയിരിക്കുന്നു? റൊണാൾഡോ ഫാൻസ് 4 കെട്ടും കവല. വേദന കൊള്ളാം. അപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഇന്ത്യ എന്നൊക്കെ കൊടുത്തിരിക്കുന്നല്ലേ? പുള്ളിയാണോ? ഓക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാം. എൻ്റെ മുതൽ സീൻ സാധനം. അതെ ഒന്നും പറയാനല്ലോ, അടിപൊളി. എടേ IM വിജയൻ പറയുന്നത് കേട്ടായിരുന്നു. IM വിജയൻ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി മെസ്സി ഫാനാണ്. പക്ഷെ എങ്കിൽ ഈ വർഷം പുള്ളി പറയുന്നത് വെച്ചാൽ റൊണാൾഡോ കപ്പ് അവരുടെ അതെ. അപ്പൊ ഈ മറ്റേ റൊണാൾഡോയുടെ ലാസ്റ്റ് ഇതാണോ ഇത്? ആയിരിക്കും ആണെന്നൊക്കെ പറയുന്നു. ആണോ? അപ്പൊ എന്തായാലും കഴിച്ച് നമ്മളെന്തായാലും ഇവിടെ വന്നു വെച്ചാൽ നമ്മൾ കണ്ടു. നമ്മുടെ അല്ലേ ഏറ്റവും വലിയ കട്ടൗട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റൊണാൾഡോയുടെ. കൊള്ളാം അല്ലേ? പക്ഷെ ഇവിടെ ആളുണ്ടോ? സൂപ്പർ സാധനം. അതെ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ. നമ്മുടെ കൂടെ ജോസാപ്പി ഉണ്ട്, ജോർജ് മാർട്ടിൻ ഉണ്ട്, നമ്മുടെ കൊച്ചുണ്ണി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടൗട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നായിരുന്നു. അതെ. എത്ര കിലോമീറ്റർ ആയിരുന്നു? 48 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതെ, അത്രയും കിലോമീറ്റർ ഉണ്ട്. ഇത് എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ അണ്ണൻ്റെ 8 പാക്കൊക്കെ 8 ആണ് 6 ആണ് 2 4 6 8 8 പാക്കാണ്. 8 അത്ര ഉണ്ട്. അതിൻ്റെ 8 പാക്ക് കണ്ടപ്പോൾ ഇത് 41 വയസ്സ്. എത്രയാണ്? 40+ ആണ് പുള്ളിയുടെ ഏജ്. 41. അന്നേരം അണ്ണൻ ഇങ്ങനെ ഈ പാക്കൊക്കെ കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ജോസാപ്പിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഗൈസ്. ബബിൾ കട്ടാണ്. അതിൻ്റെ അകത്താണ്. അതെ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇതായിരുന്നു. അല്ല, നമ്മുടെ ജോർജ് മാർട്ടിൻ റീൽ എടുക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുണ്ണി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഞങ്ങൾ ഈ കട്ടൗട്ട് കാണാൻ വേണ്ടി ഇവിടം വരെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു. കൊള്ളാം, ഭംഗിയുണ്ട് കാണാൻ. പൊളിയാണ്. അപ്പോൾ എന്തായാലും പോർച്ചുഗൽ കപ്പ് എടുക്കട്ടെ. കപ്പ് അടിക്കും. ഇത് പാടാണ് എങ്കിലും എന്താണ് കപ്പ് അടിക്കോ? പാടാണെങ്കിലും അണ്ണൻ അടിച്ചിരിക്കും. സ്നേഹം കൊണ്ട് കപ്പ് എടുക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹമാണത്. നടക്കട്ടെ. അണ്ണൻ കപ്പ് എടുത്താലും എടുത്തില്ലെങ്കിലും അണ്ണൻ പൊളിയാ. അടിപൊളിയാട്ടല്ലേ? അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ അല്ലേ? എന്തോ ആണ്. എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം അല്ലേ? ഇത് കേരളത്തിൽ എവിടെയോ നമ്മളിതുവരെ ഫുട്ബോൾ ലോകകപ്പിൽ ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഗൈസ്, ചെയ്തിട്ടില്ല. അതെ അതെ. ഓക്കെ. സംഭവം എന്തായാലും നമുക്ക് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഓക്കെ. खत्म. बाय बाय, टाटा, गुड बाय, गया. ഇവരെല്ലാം മെസ്സി ഫാൻസ് ആണെന്ന് തോന്നുന്നു, നിറച്ച ആൾക്കാർ. ഓക്കെ. ഇപ്പോഴും നമ്മുടെ ചെക്കൻ അവിടെ ദൂരത്ത് കാണാം.
ഓക്കെ ബൈ. അതൊരു കൂട്ടം ഇത് കട്ട റൊണാൾഡോ ഫാനാണ്. എങ്ങനെയുണ്ട് റൊണാൾഡോനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? പൊളിയാണല്ലോ, നീ പറഞ്ഞിട്ടോടെ ഞങ്ങൾ ഇങ്ങോട്ട് കാണിക്കും. ഇവരടിച്ചില്ല കൂടെ അടിക്കാം.